ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർ BA/BScയുടെ കോമൺ കോഴ്സ് ആയിട്ടുള്ള സിഗ്നേച്ചേഴ്സിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയാൻ മോൾ ഏജ്ഡ് 13 3/4 സ്യൂഡ് ടൗൺസണിൻ്റെ ചാപ്റ്ററാണിത്. ഇതിൻ്റെ സമ്മറിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് എന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് ഓഥറിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അവർ എഡ്രിയാൻ മോൾ ബുക്സ് എന്ന സീരീസിലാണ് കൂടുതലായിട്ട് അവരൊന്ന് ഫേമസ് ആയിട്ടുള്ളത്. ഈ ഒരു സീരീസ് 9 ബുക്കുകളിലുണ്ടായിരുന്നു. അതിലൂടെയാണ് അവർ ഈ ഒരു ഫേമസ്, അതായത് റൈറ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണലി അങ്ങനെയുള്ളൊരു സ്റ്റേജിലുള്ളൊരു ലൈഫായിരുന്നു അവരുടേത്. കാരണം അവരുടെ മാരേജ് കഴിഞ്ഞു, ഡിവോഴ്സ്ഡായി. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അവരെ നോക്കാനായിട്ട് അവർ കുറേ സഫർ ചെയ്തു. അങ്ങനെ കുറച്ചിങ്ങനെ ലൈഫ് കുറച്ച് ഹാർഡായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും വേറൊരാൾ കല്യാണം കഴിച്ചു. അവരിലൂടെയാണ് ഈ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് വരാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നോക്കാം. ഈ ഒരു ബുക്കിൽ എഡ്രിയാൻ മോൾ എന്ന് പറയുന്ന ഒരു 13.25 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. കഥയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പറയുന്നത്. ഈ ഒരു കഥയിൽ എഡ്രിയാൻ്റെ മാതാപിതാക്കൾ അവർക്ക് സന്തോഷകരമല്ലാത്തൊരു വിവാഹ ജീവിതമായിരുന്നു. ആ കാര്യവും പിന്നെ എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുന്ന അവൻ്റെ ഗ്രാൻഡ് മദറിനെ പറ്റിയും പിന്നെ അവൻ്റെ അമ്മയുടെ ലവറിനെ പറ്റിയിട്ടും പിന്നെ അവനേക്കാൾ കുറച്ചുകൂടി IQ ലെവലായിട്ടുള്ള അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. ഇവരൊക്കെ കൂടിയുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിലെ വിവരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അതായത് യഥാർത്ഥ സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നതെന്ന് നമുക്ക് നമ്മൾ ചിന്തിച്ചു പോകും. അത്തരത്തിലാണ് ഇവരിങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ എഡ്രിയാൻ മോൾ എന്ന് പറയുന്ന കുട്ടി ഒരു ആൺകുട്ടിയാണ്. അവൻ ഒരു ടീനേജൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സൗന്ദര്യം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ അവൻ്റെ സൗന്ദര്യത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു എഡ്രിയാൻ മോള്. അവൻ്റെ ലവറിൻ്റെ പേരാണ് പാൻഡോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അവൻ്റെ ആ ഗേൾ ഫ്രണ്ടിനോടുള്ള ആ ഒരു പ്രേമവും അവൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു ലൈഫും ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ ഓരോ ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ഡയറിയിൽ ഫസ്റ്റ് പറയുന്നത് വെനസ്ഡേ ജാനുവരി 14 നടന്ന കാര്യങ്ങൾ അവർ ഈ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ഓക്കെ, joined the library, got care of the skin, origin of species and a book by a woman my mother is always going on about. It is called Pride and Prejudice by a woman called Jane Austen. I know the librarian was inspired. She is an intellectual like me. She did not look at my spot, so perhaps it is getting smaller. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഡയറി എഴുതുന്നത് വെനസ്ഡേ ജാനുവരി 14 അങ്ങനെ ഈ ഒരു കഥ പറഞ്ഞ് ഈ ഒരു ഡയറി തുടങ്ങുന്നത് ഈ എഡ്രിയാൻ എന്ന് പറയുന്ന കുട്ടി ലൈബ്രറിയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ പോയിട്ട് കെയർ ഓഫ് ദ സ്കിൻ, ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, പിന്നെ അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബുക്കുണ്ട് പ്രൈഡ് ആൻഡ് പ്രജുഡിയസ് എന്ന് പറയുന്ന ബുക്ക്. ജെയിൻ ആസ്റ്റൻ്റെ ഒരു ബുക്കാണ് അത് മൂന്നും എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ലൈബ്രറിയനെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഇവരെന്നെ കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടാവും, കാരണം ഞാൻ അത്രയും
അത്രയും നല്ല ബുക്കുകളൊക്കെയാണ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, അവരും എന്നെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു തോട്ട്. പിന്നെന്താ പറയുന്നത്, അവരെന്താണ് എൻ്റെ മുഖത്തുള്ള സ്പോട്ട്, അതായത് അവരുടെ മുഖത്തുള്ള കുരുവിൻ്റെ പാടമൊന്നും അവർ നോക്കുന്നില്ല. എന്താണ്, ചിലപ്പോൾ അത് ചെറുതായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ കാണാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. None of the teachers at school have noticed that I am an intelligent. They will be sorry when I am famous. There is a new girl in our class. She sits next to me in geography. Her name is Pandora, but she likes being called Box. Don't ask me why I might fall in love with her. It is time I fall in love. I am 13, 3/4. ഓക്കെ, ഇവനെന്താണ്, ഇവൻ വിചാരിക്കുകയാണ് ഇവൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ ഇവനൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആളാണെന്നുള്ളത് ഇവൻ്റെ ടീച്ചേഴ്സൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൻ ഫേമസ് ആയി കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് സാഡ് അടിച്ചിരിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ പറയുന്നത്, അവൻ്റെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി വന്നു. അവൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്, ജിയോഗ്രഫി ക്ലാസ്സിൽ. അവളുടെ പേരെന്താണ്, പാൻഡോറ എന്നാണ്. പക്ഷെ അവൾക്ക് അവളെ ബോക്സ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഞാൻ എന്താണ്, ചിലപ്പോൾ അവർ സ്നേഹിച്ചേക്കാം. ഇപ്പം എന്താണ്, സ്നേഹിക്കാനൊക്കെ ഉള്ളൊരു ടൈം ആയിട്ടുണ്ട്, ഒരു പ്രണയത്തിൽ വീഴാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് 13:45, 13, 3/4 ഏജൊക്കെ ആയി. സോ എനിക്ക് ലവ് ചെയ്യാനുള്ള ഒരു ഏജൊക്കെ ആയി എന്നിങ്ങനെ പറയുകയാണ്. ഓക്കെ, ഇനി അടുത്തത് സാറ്റർഡേ ജാനുവരി 17 എഴുതിയ ഒരു ഡയറിയുടെ ഷോർട്ട് പോർഷനാണ് കാണിക്കുന്നത്. ഡോക്ടർ ടൈലർ must be one of this overworked GPS you are always reading about. He did not examine the spot. He just said I must not worry and asked me if everything was all right at home. I told him about my bad home life and my poor diet, but he said I was well nourished and to go home and thank God so much for the National Health Service. അങ്ങനെ അടുത്തത് ശനിയാഴ്ച ആയിട്ടുള്ള സാറ്റർഡേ ജാനുവരി 17 എഴുതിയിട്ടുള്ള ഡയറിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അടുത്ത പറയുന്നത് ഡോക്ടർ ടൈലർ. അയാളെന്താണ്, ഒരുപാട് രോഗികളെന്താണ് നോക്കുന്നുണ്ട്. ഒരു എന്താണ് JPS, അതായത് ജനറൽ പ്രാക്ടീഷണറാണ് അയാൾ എന്ന് പറയുകയാണ്. അയാൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിനെ പറ്റി നിങ്ങളെപ്പോഴും എന്താണ് വായിക്കാറുണ്ട്, അവരെപ്പോഴും വായിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇവനെന്താ ചെയ്യാൻ പോകുന്നത്, ഇവൻ്റെ ആ ഒരു ഫേസിലുള്ള ആ ഒരു സ്പോട്ട് കാണിക്കാനായിട്ട് പോകുന്നു. പക്ഷെ അയാൾ അതൊന്നും അത്ര ഇതിൽ ശ്രദ്ധിച്ചില്ല. പിന്നെന്താണ്, അവർ എന്നോട് എന്താണ് ആ ഒരു സ്പോട്ടിനെ കുറിച്ചൊന്നും ഓർത്ത് നീ എന്താണ് പേടിക്കൊന്നും വേണ്ട. പിന്നെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനെന്താണ്, വീട്ടിലുള്ള അവൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത്, അങ്ങനെ അവൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് അത്ര പേടിക്കാനുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, എന്താണ് നിൻ്റെ നല്ല ബോഡിയൊക്കെയാണ്, എന്താണ് നിൻ്റെ നല്ല ഡയറ്റ്, നല്ല ഫുഡൊക്കെയാണ് നീ കഴിക്കുന്നത്, നല്ല ഭക്ഷണമൊക്കെയാണ് നീ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിൻ്റെ ആരോഗ്യം നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിനക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ തന്നെ പറ്റുന്നുണ്ടല്ലോ. സോ നീ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഗോഡിനോട് താങ്ക് യു ഗോഡ് എന്നൊക്കെ പറയാനായിട്ട് പറയുകയാണ്. ഇതൊക്കെയാണ് നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ പണി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ഡെയിലി ഡയറീൻ്റെ ആ ഒരു ഷോർട്ടിൽ നമുക്ക് പറയുന്നത്. ഇനി അടുത്തത് ട്യൂസ്ഡേ ജാനുവരി 20 എഴുതിയിട്ടുള്ള
ഡയറിയാണ്. ഫുൾ മൂൺ, മൈ മദർ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. നൗ ഐ കുഡ് എൻഡ് അപ്പ് എ delinquent roaming the streets and all that. What I will do during the holidays? I will have to sit in a laundrette at day to keep warm. I will be a latchkey kid, whatever that is. Who will look after the dog? What will I eat the whole day? I will be forced to eat crisps and sweets until my skin is turned and my teeth fall out. I think my mother is being very selfish. She would not be good in any job. She is not even bright and she drinks too much on Christmas. ഓക്കെ, അടുത്തെന്താണ് ഞാൻ പറഞ്ഞ മാതിരി ട്യൂസ്ഡേ ജാനുവരി 20 എഴുതിയിട്ടുള്ള ഡയറിയുടെ ഷോർട്ട് ആണ് പറയുന്നത്. ഓക്കെ, എന്താണ് അവരുടെ അമ്മ എന്താണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്താണ് ഇവനൊരു ചീത്ത കുട്ടിയായിട്ട് ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരുമോ, അങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്ന് പറയാണ്. അവധി ദിവസങ്ങളിൽ അവൻ എന്ത് ചെയ്യാനെന്ന് ആലോചിക്കുകയാണ്. തുണി അലക്കുക അല്ലെങ്കിൽ ഉണക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കടയിൽ കടയിൽ ചൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കേണ്ടി വരും. അവനൊരു ലാച്ച്കി കുട്ടിയായിട്ട് മാറും. അതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാന്ന് അവൻ പറയാണ്. ഞാനൊരു ലാച്ച്കി കുട്ടിയായിട്ട് മാറും. പക്ഷെ ആ ലാച്ച്കി കുട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് അവന് അറിയില്ല. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള പട്ടീനെ ആര് നോക്കും? ദിവസം മുഴുവനും അവൻ എന്ത് കഴിക്കും? വറുത്തതും പൊരിച്ചതും മധുരമുള്ളതും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ തൊലി നശിക്കും, അവൻ്റെ സ്കിൻ കേടാവും എന്നൊക്കെയാണ്. അവൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. അവൻ്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോകും. അവൻ്റെ അമ്മ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ജോലി പോലും അമ്മയ്ക്ക് കൊള്ളില്ല, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് കാര്യമായ ബുദ്ധിയൊന്നുമില്ല. ക്രിസ്മസിൻ്റെ സമയത്താണെങ്കിൽ അമ്മ ധാരാളം മദ്യപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു ഡയറി അവസാനിപ്പിക്കുകയാണ്. പിന്നെ തേഴ്സ്ഡേ ജാനുവരി 22 എഴുതിയിട്ടുള്ള ഡയറിയാൻ്റെ ഒരു ഷോർട്ട് പോർഷനാണ്. മൈ മദർ ഹാസ് ആൻ ഇൻ്റർവ്യൂ ഫോർ എ ജോബ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ടൈപ്പിംഗ് ആൻഡ് നോട്ട് ഡൂയിങ് എനി കുക്കിംഗ്. സോ വാട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് വെൻ ഷീ ഗെറ്റ്സ് എ ജോബ്? My father should be strict before we are broken home. അതായത് അവൻ്റെ അമ്മ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ ഡയറിയിൽ. അതിനുശേഷം അവർക്ക് ഒരു ജോബിനൊരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഈ ടൈപ്പിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ആ സമയത്ത് ഇവർ കുക്കിംഗ് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ഇവൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ, അപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അവൻ ആലോചിക്കുകയാണ്. അവൻ്റെ അച്ഛൻ അമ്മയോട് വളരെ കർക്കശമായിട്ട് ഓരോന്ന് കാണിക്കും. അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർന്നു പോകും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഡയറി ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ സൺഡേ ജാനുവരി 25 അതാണ് പറയുന്നത്. തേർഡ് ആഫ്റ്റർ എപ്പിഫനി 10 AM I am ill with all the worry, too weak to write much. Nobody has noticed that I haven't eaten any breakfast. അങ്ങനെ അടുത്തത് ഞായറാഴ്ചത്തെ ഇതിലെഴുതുകയാണ്. അത് എപ്പിഫനി എന്ന് പറയുന്നത് ഒരു സംഭവം കഴിഞ്ഞിട്ടിപ്പം 3 നാളായി. അങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇവൻ ഭയങ്കര വിഷമത്തിലാണ്. ഒരു അസുഖം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ക്ഷീണത്തിലാണ്. ക്ഷീണം കാരണം
എഴുതാൻ പോലും അവന് പറ്റുന്നില്ല, പഠിക്കാനൊരു ഒന്നും പറ്റുന്നില്ല എന്ന് പറയാണ്. അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് പോലും അവിടെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. 2 p.m. had 2 junior aspirants at midday and railed a bit. Perhaps when I am famous and my diary is discovered, people will understand the tournament of being a 13 3/4-year-old undisconverted ഇൻ്റലക്ച്വൽ. അങ്ങനെ ഒരു ഉച്ച 2 മണിയൊക്കെ ആയപ്പോൾ ഇവന് ഉച്ചയ്ക്ക് 2 ജൂനിയേഴ്സ് 2 മരുന്ന് കഴിച്ചു. അതുകൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ട് അവന് ഒരു അസുഖം ഇങ്ങനെ കുറഞ്ഞ മാതിരി ഒരു ഫീലൊക്കെ ഉണ്ടായി. അങ്ങനെ അവൻ പറയാണ്, എൻ്റെ ഡയറി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആളായിട്ട് മാറും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും 13-14 വയസ്സായിട്ടുള്ള ആരാലും കണ്ടുപിടിക്കപ്പെടാത്ത ഒരു ബുദ്ധിജീവിയുടെ വേദനകളും വേവലാതികളും എന്തൊക്കെയാണെന്ന് അവൻ്റെ ആ ഒരു ഡയറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കും. അതിനുശേഷം അവൻ ഫേമസ് ആവുമെന്ന് പറയാണ്. പിന്നെ ഒരു 6 p.m. പാൻഡോറ മൈ ഫസ്റ്റ് ലവ്. 8 p.m. പാൻഡോറ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മിഡ്നൈറ്റ് ഹാഡ് എ ക്രാബ് പേസ്റ്റ് സാൻഡ്വിച്ച് ആൻഡ് എ സാറ്റ്സൂമ. അത് അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസത്തെ ഡയറീൻ്റെ ആ ഒരു പോർഷൻ അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സാറ്റർഡേ February 7th എഴുതിയിട്ടുള്ള ഡയറിയുടെ പോർഷനാണ്. മൈ പാരൻസ് ഹാവ് ബീൻ ഷൗട്ടിങ് അറ്റ് ഈച്ച് അതർ നോൺ സ്റ്റോപ്പ് ഫോർ ഹവേഴ്സ്. It started because of the bacon in the fridge to how much my father's car cost to repair. I went up to my room and put my ABBA records on. My father had the nerve to rush in and ask me to turn the volume down. I did. When he got downstairs, I turned it up again. അങ്ങനെ സാറ്റർഡേ February 7th അടുത്ത മാസത്തെ കേട്ടോ പറയുന്നത് ഡയറിയാണിത് എഴുതുന്നത്. അവൻ്റെ പാരൻസ് 2 പേരും ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ്. കുറേ നേരമായിട്ട്, കുറേ മണിക്കൂറുകളായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത്? ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബേക്കൺ അങ്ങനെ അവിടെ നിന്ന് അടി ഉണ്ടാക്കുമ്പോൾ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബേക്കൺ മുതൽ അവൻ്റെ അച്ഛൻ്റെ കാറിൻ്റെ റിപ്പയറിങ് ചെയ്യാനുള്ള ചിലവ് വരെ അവിടെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ അടി ഉണ്ടാക്കണത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടി ഉണ്ടാക്കണം. അപ്പോൾ അവൻ അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ ഈ പാട്ട് വെക്കണ ഒരു റെക്കോർഡറിൽ നല്ല സൗണ്ടിൽ ഇങ്ങനെ പാട്ട് വെച്ചു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു പാട്ട് സൗണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ അവൻ അതുപോലെ തന്നെ ചെയ്തു. അച്ഛൻ താഴത്തേക്ക് പോയപ്പോൾ അവൻ വീണ്ടും സൗണ്ട് കൂട്ടി. Nobody cooked any dinner, and so I went to the Chinese chips shop and bought a carton of chips and a set of soya sauce. അങ്ങനെ അവൻ്റെ പാരൻസൊക്കെ ഇങ്ങനെ അടികൂടിയിരിക്കുകയാണ്. ഒരു ഫുഡോ ഡിന്നറിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ കുക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അവൻ പുറത്തു പോയിട്ട് ഷോപ്പിൽ പോയിട്ട് കഴിക്കാനായിട്ട് ഓരോന്നും വാങ്ങിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് സാറ്റർഡേയിലെ ആ ഒരു ഡയറീൻ്റെ പോർഷൻ കഴിഞ്ഞു. പിന്നെ മൺഡേ March 2 എഴുതിയിട്ടുള്ള ഡയറിയാണ് കാണിക്കുന്നത്. മൈ മദർ കെയിം ഇൻ ടു മൈ റൂം ആൻഡ് ടോൾഡ് മീ ഷീ ഹാഡ് സംതിങ് awful to tell me. I put up a dead serious expression on my face just in case she did got 6 months to live or she had been caught shoplifting. She played with the curtain, dropped cigarette ash over my Concord model and started saying something about adult relationships and self and life being complicated and how she must find herself. She said she was
fond of me and would hate to hurt me. She said for some women marriage was like being in prison, that she went out. Then she went out. അങ്ങനെ മാർച്ചിൽ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അവൻ്റെ അമ്മ എന്താണ് അവൻ്റെ റൂമിലേക്ക് വന്നിട്ട് അവനോട് എന്തോ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു ഗൗരവത്തിലുള്ള ഒരു മുഖഭാവമൊക്കെ കാണിച്ച് അവനിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് അവൻ്റെ അമ്മ 6 മാസം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മ എന്താണ് വെയിറ്റ് ലിഫ്റ്റിംഗ് പരിപാടിക്ക് പോവാണ് അങ്ങനെയൊക്കെ പറയാമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അവൻ്റെ അമ്മ എന്താണ് പറയുന്നത്, അവൻ്റെ അമ്മ ഇങ്ങനെ കർട്ടനിലൊക്കെ പിടിച്ച് അവൻ്റെ കോൺകേർഡ് മോഡലിൻ്റെ അവിടേക്ക് ഇങ്ങനെ സിഗരറ്റൊക്കെ ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഇങ്ങനെ പറയാനായിട്ട് നിൽക്കുകയാണ്. അണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പറയാനായിട്ട് തുടങ്ങി. എന്താണ് പറയുന്നത്, പ്രായപൂർത്തിയായവരുടെ ബന്ധങ്ങൾ, അതായത് അഡൽട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ലൈഫ് ബീയിങ് കോംപ്ലിക്കേറ്റഡ്, ജീവിതം എന്താണ് അത്ര എളുപ്പമല്ല, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് എന്താണ് സ്വയം കണ്ടെത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവനോട് പറയുന്നത്. അവനോട് എന്താണ് പറയുന്നത്, അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവനെ വേദനിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് താല്പര്യമില്ല എന്നൊക്കെ അമ്മ അവനോട് പറയാണ്. പിന്നെ പറയാണ്ട് ചില സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്നത് ജയിലിലെ ജീവിതമാണ് എന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് പോയി. Marriage is nothing like being in prison. Women are let out every day to go to the shops and stuff, and many go to work. I think my mother is bit melodramatic. അങ്ങനെ അവൻ പറയാണ്, വിവാഹ ജീവിതം ജയിലിലുള്ള ജീവിതമൊന്നുമല്ല, എക്കാലത്തും സ്ത്രീകൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങാം, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ കരിയറൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോഴൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ അമ്മ വെറുതെ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു മെലോ ഡ്രാമറ്റിക് ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ഡേയിലുള്ള ആ ഒരു ഡയറി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ പറയുന്നത് സൺഡേ മാർച്ച് 8 ഡയറി ആട്ടോ. ഫസ്റ്റ് ഇൻ ലെൻറ്റ്. My mother has gone to a women's workshop on assertiveness training. Men are not allowed. I asked my father what assertiveness training was. He said, God knows, but whatever it is, bad news for me. അങ്ങനെ ഇവൻ്റെ അമ്മ ഈ സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് അവൻ്റെ അമ്മ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ അവൻ അച്ഛനോട് ചോദിക്കുകയാണ്, എന്താണ് ആ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അവിടെ ആണുങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവായിട്ട് നേരെ അച്ഛനടുത്ത് പോയി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവത്തിനറിയാം എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ നടക്കുന്നത് എനിക്ക് നല്ലതായിരിക്കില്ല എന്ന്, അവിടെ നടക്കുന്ന കാര്യം എനിക്ക് നല്ല ന്യൂസ് ആയിരിക്കില്ല അങ്ങനെയാണ് അച്ഛൻ പറയുന്നത്. We had some cod in butterscotch and oven cooked chips for Sunday dinner, followed by tinned peaches and dream topping. My father opened a bottle of wine and let me have some. It was good. We watched a film on TV. Then my mother came and started to boss us around. She said things are going to be different around her. There she went into the kitchen and made a chart dividing all the housework into 3. I told her I already had a paper to do and an old age person to look after and a dog to feed, as well as my schoolwork. She did not listen. She put the chart on the wall. She said, we start tomorrow.
അങ്ങനെ എന്താണ് ഇവർ അച്ഛനും മകനും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുന്നത്. അമ്മ പറയാണ് ഇവിടെ ഉള്ള ഒന്നും ശരിയല്ല, എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് കിടക്കുകയാണ്, നമുക്കൊക്കെ ശരിയാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അമ്മ നേരെ കിച്ചണിൽ പോയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. അതായത് വീട്ടിലുള്ള പണികളൊക്കെ നമ്മൾ 3 പേരും എന്താണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വർക്ക് എന്താണ് 3 പേർക്കും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് സ്കൂളിലേക്ക് അത് ചെയ്യാനുണ്ട്, പ്രോജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പിന്നെ എനിക്ക് പട്ടീനെ നോക്കാനുണ്ട്, പിന്നെന്താണ് എനിക്ക് കുറേ പ്രോജക്റ്റും സ്കൂൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അവൻ പറഞ്ഞതൊന്നും എന്താണ് അവൻ്റെ അമ്മ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ് എന്താണ് ലെറ്റ് സ്റ്റാർട്ട് ടുമാറോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ പോവുകയാണ്. അപ്പോൾ ഇതാണ് മാർച്ച് 8 എഴുതിയിട്ടുണ്ടായിരുന്ന ഡയറിയുടെ ഒരു ഷോർട്ട് പോർഷൻ. പിന്നെ മൺഡേ മാർച്ച് 9 അടുത്ത ദിവസത്തെ ഡയറിയാണ് പറയുന്നത്. കോമൺവെൽത്ത് ഡേ. Cleaned toilet, washed basin and bath before doing my paper round. Came home, had breakfast, put washing in machine, went to school, gave Barry Kent maintenance money, went to Bird Baxter, waited for social worker who did not came, had school dinner, had domestic science, made apple crumble, came home, vacuumed hall, lunch and breakfast room, peeled up potatoes, chopped up cabbages, cut fingers, rinsed blood of cabbage, put chops under grill, looked in cookery book recipes for gravy, made gravy, strained lupus out with a perfected bowl, set table, served dinner, washed up, put burnt sapiens into soak, got washing out of machine, everything blue including white underwear and handkerchiefs, hang washing on clothes, hose, fed dog, ironed, cleaned bath and made 3 cups of tea, washed cups, went to bed, just my luck to have an assertive mother. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഓരോരുത്തരും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ മാർച്ച് 9 ഫസ്റ്റ് ഡേ തന്നെ ഇവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവൻ ചെയ്തിട്ടുള്ള ഓരോ വർക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണ് തുണി കഴുകി, അത് കഴിഞ്ഞിട്ട് എന്താണ് മെഷീനിലിട്ടു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രം കഴുകി, ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു, വാഷ് ബേസിൻ ക്ലീൻ ചെയ്തു, പിന്നെന്താണ് സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് ഒക്കെ കഴിഞ്ഞു, ഡിന്നർ കഴിച്ചു, പിന്നെന്താണ് വീട്ടിൽ വന്നിട്ട് എന്താണ് എല്ലാം ക്ലീൻ ചെയ്തു, എന്താണ് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പൊട്ടാറ്റോസൊക്കെ തോല് പൊളിച്ച് വെച്ചു, പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു, അതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അവസാനം എന്താണ് നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്തു, ഡോഗിന് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുത്തു, പിന്നെന്താ ഡോഗിനെ കുളിപ്പിച്ചു, പിന്നെ 3 കപ്പ് ചായ ഉണ്ടാക്കി, അതും ആ കപ്സൊക്കെ വാഷ് ചെയ്തു, അങ്ങനെ ബെഡ് കിടക്കാനായിട്ട് പോയി. പിന്നെ അവൻ പറയാണ് ആത്മശക്തിയുള്ള അമ്മ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ എന്താണ് മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഡയറി എൻഡ് ചെയ്യുന്നത്. പിന്നെ വെനസ്ഡേ മാർച്ച് 18 എഴുതിയിട്ടുള്ള ഡയറിയാണ്. മൈ പാരൻസ് ആർ സ്പീക്കിംഗ് ടു solicitors. I think they are fighting over who gets custody over me. I will be a tongue of love child and my picture will be in the newspaper. I hope my sport clear up before then. അങ്ങനെ അന്നത്തെ ദിവസം പറയാണ് അവരെന്താണ് അവൻ്റെ പാരൻസ് ഈ വക്കീലിനോട് സംസാരിക്കുകയാണ്, ഇവനെ ആര് നോക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് ഇവൻ വിചാരിക്കുകയാണ്. പിന്നെ ഇവൻ എന്താ പറയുന്നത്, സ്നേഹത്തിൻ്റെ വടംവലിയുടെ ഒരു
കുട്ടിയായിരിക്കും ഞാനെന്നാണ് അവൻ പറയുന്നത്. എന്താണ് എന്നിട്ട് ഇതിന് ശേഷം എന്താണ് അവൻ്റെ പടം പത്രത്തിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ വരും. അപ്പോഴേക്കും എൻ്റെ മുഖത്തുള്ള സ്പോട്ടൊക്കെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് മാർച്ച് 18 എഴുതിയിട്ടുണ്ടായിരുന്ന ഡയറി. ഇനി സെപ്റ്റംബർ 14 എഴുതിയിട്ടുള്ള ഡയറിയാണ്. ഫുൾ മൂൺ. School dinner are completed. Crap now. Gravy is perhaps out along with custard and hot puddings. A typical menu is a hamburger, baked beans, chips, cartoon of yogurt, or a donut. It is not enough to build healthy bone and sinew. I am planning to make a protest to Mr. Thatcher. It won't be our fault if we grow up apathetic and lacking in moral fiber. Mr. Thatcher wants us to be too weak to demonstrate in the future. അങ്ങനെ അടുത്തത് സെപ്റ്റംബർ 14 അതായത് സ്കൂളിലുണ്ടായിട്ടുള്ള ഒരു സ്കൂളിലെ ഡിന്നറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ഡിന്നർ എന്താണ് കംപ്ലീറ്റ് ചെയ്തു. ക്രാബ് നൗ. ഗ്രേവ് ഭക്ഷണം എന്താണ് വളരെ മോശമായിരുന്നു. ഗ്രേവിയും കാസ്റ്റഡും ഒക്കെ ആയിരുന്നു. എന്താണ് ഗ്രേവിയും കാസ്റ്റഡും ഹോട്ട് പുഡിങ്ങും ഒന്നും ഇല്ല ഇപ്പോൾ ഇതാണ് ഭക്ഷണം. ഹംബർഗറോ ബീൻസോ അല്ലെങ്കിൽ ബേക്ക്ഡ് ബീൻസോ ചിപ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താണ് അവരിപ്പോൾ കാണുന്നില്ല. എന്താണ് എല്ലാം എന്താണ് ഇവൻ പറയാണ് നല്ല മസിലും ബോണും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള ഫുഡൊന്നും പോരാ. കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധയില്ലാതെയും എന്താണ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ എന്താണ് ഇവർ ഒരു എന്താണ് ശേഷിയില്ലാത്ത കുട്ടികളായിട്ട് വളരും അങ്ങനെയൊക്കെ ഇവൻ പറയുകയാണ്. അങ്ങനെ ഇവരെന്താണ് ഇവരൊക്കെ ക്ഷീണിതരാകും ഇവർക്കൊന്നും നല്ല ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലെന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധം നടത്താണ്. അതാണ് ഈ ഒരു സെപ്റ്റംബർ 14 നടന്നിട്ടുള്ള കാര്യം അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നവംബർ 13 എന്താണ് എഴുതിയെന്ന് നോക്കാം. പാൻഡോറ ആൻഡ് ഐ ഹാഡ് എ ഫ്രാങ്ക് ടോക്ക് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ടുനൈറ്റ്. ഷീ ഡസ് നോട്ട് വാണ്ട് ടു മാരി മീ ഇൻ 2 years' time. ഷീ വാണ്ട്സ് ടു ഹാവ് എ കരിയർ. ഇതിലെന്താ പറയുന്നത്, പാൻഡോറനോടും അവനിങ്ങനെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയണം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് 2 കൊല്ലത്തിന് ഇടയിലായിട്ട് എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കരിയർ നോക്കണം എന്നവൾ പറയാണ്. ഓക്കെ, ഐ ആം devastated by this blow. I told her she could have a little job in a cake shop or something after our wedding. She said she planned to go to the university and she would enter a cake shop only to buy a large crusty. അങ്ങനെ ഇവൻ എന്താണ് ഇതൊക്കെ കേട്ട് ആകെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെപ്പാടെ ഇങ്ങനെ തളർന്നു പോയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കേക്ക് ഷോപ്പിലൊക്കെ ജോലി ചെയ്യാമല്ലോ എന്ന് അവളോട് പറയുകയാണ്. പക്ഷെ അവൾക്ക് എന്താണ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പോകണം, നല്ലൊരു വലിയ കേക്ക് വാങ്ങിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ്. എന്താണ് കേക്ക് ഷോപ്പിൽ കയറുകയില്ല എന്നും പറയാണ് അവൾ. എന്താണ് കേക്ക് വാങ്ങിക്കുന്നൊന്നുമില്ല അവൾക്ക്. വെറുതെ കേക്ക് ഷോപ്പിൽ പോയിരിക്കാനോ കേക്ക് ഷോപ്പിൽ കയറി പോകാനോ ഒന്നും അല്ല താല്പര്യമൊന്നുമാണ് അവൻ പറയുന്നത്. ഓക്കെ, അവൾ പറയുന്നത്. ഹാർഷ് വേർഡ്സ് were exchanged between us. Hers were harsher than mine. അങ്ങനെ എന്താണ് പരോക്ഷമായിട്ടുള്ള വാക്കുകൾ എന്താണ് അവർ എന്താണ് പരസ്പരം ഇങ്ങനെ പറഞ്ഞു. എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടേതായിരുന്നു കൂടുതൽ എന്താണ് ഹാർഷ്. അവളുടെ വർത്തമാനത്തിനായിരുന്നു കൂടുതൽ പരോക്ഷമായിരുന്നത് എന്നൊക്കെ അവനിങ്ങനെ പറയാണ്. പിന്നെ അടുത്തത് സൺഡേ ജാനുവരി 10 എഴുതിയിട്ടുള്ള ഫസ്റ്റ് ആഫ്റ്റർ എംപതനി എന്ന് പറയും. I cannot understand why my father looks so old at 41 compared to
President Reagan at 70. My father has no work ovaries yet he looks dead, hugged. Poor President Reagan has to carry the world's safety on his shoulder, yet he is always smiling and looking cheerful. I does not make sense. പിന്നെ പറയുന്നത് എന്താണ്, 41 വയസ്സായിട്ടുള്ള അവൻ്റെ അച്ഛൻ എന്താണ് ഭയങ്കര ഓൾഡായിട്ടാണ്. അവിടുത്തെ പ്രസിഡൻറ്റിന് എന്താണ് ഒരു 70 വയസ്സെങ്കിലും ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്താണ് അയാളൊരു ചെറുപ്പക്കാരനെ പോലെ, അച്ഛൻ എന്താണ് ഒരു പ്രായമായിട്ടുള്ള ആളെ പോലെയാണ്. അച്ഛനാണെങ്കിൽ ഒരു പണിയോ ഒന്നും തന്നെ ഇല്ല. ഇയാളാണെങ്കിൽ ഒരു ഇതിനെ മൊത്തം ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേൾഡിനെ മൊത്തം ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിയൊക്കെ നോക്കണ്ടേ, അതൊക്കെ അയാളുടെ ഷോൾഡറിലല്ലേ. എന്നിട്ടും അയാളിങ്ങനെ സന്തോഷിച്ച് ചിയർഫുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡയറിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡയറി. അപ്പോൾ ഓരോ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടുതലും അവൻ്റെ ഫാമിലിയിൽ സിറ്റുവേഷൻസും പിന്നെ അവൻ്റെ ലവിനെ കുറിച്ചിട്ടും അവൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചിട്ടൊക്കെയാണ്. അമ്മേനെ പറ്റി പറയുന്നത് എന്താണ്, അവന് കിട്ടിയിട്ടുള്ളത് ആത്മശക്തിയുള്ള ഒരമ്മയാണ്, അതിൽ അവനെന്താണ് ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയണേ. അച്ഛനാണെങ്കിൽ എന്താ 41 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു കിളവൻ്റെ ലുക്കൊക്കെയാണ്. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചത്, ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞു എന്താണ് 2 ഇയറിൻ്റെ ഉള്ളിലൊന്നും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്കെന്താണ് കരിയർ നോക്കണം. അപ്പോൾ അവൻ പറഞ്ഞു എന്താണ് എന്തായാലും നമുക്കൊരു ചെറിയ കേക്ക് ഷോപ്പിലൊക്കെ ജോലി ചെയ്താൽ പോരെ, അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് പറയണം. പിന്നെ അവർ തമ്മിൽ അടിയാവുകയാണ്. അങ്ങനെ ഓരോ ദിവസം നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷോർട്ടായിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.